ആപ്ലിക്കേഷൻ കോഡും ഉണ്ട് അല്ലേ. എമർജൻസി ആക്ഷൻ കോഡ്, എമർജൻസി സിറ്റുവേഷൻ വന്നാൽ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്, അഥവാ ഈ പ്രോഡക്റ്റ് ഒരു എമർജൻസി ആക്ഷൻ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, ഉദാഹരണം വിഷവാതകം ചോരുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇത് ശ്വസിക്കുന്നതിലുണ്ട് അല്ലെങ്കിൽ കാറ്റിന്റെ ദിശ എന്താണെന്ന് നോക്കി അത് ശ്വസിക്കാത്ത രീതിയിൽ രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് വിഷദ്രാവമാണെങ്കിൽ എന്താണ്, അത് ഭൂമിയിൽ കലർന്ന് മറ്റുള്ള നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെ കറക്റ്റാക്കുന്ന രീതി. ഇതോടൊപ്പം തീപിടുത്തം വേറെ രീതി. ഇത് 3 സെനാരിയോ ഞാൻ ജസ്റ്റ് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് 2WE നമ്മൾ കാണുന്ന ഹാസ്കോം കോഡ് അല്ലെങ്കിൽ എമർജൻസി ആക്ഷൻ കോഡ് വെച്ചിട്ടാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ ടോക്സിറ്റി അളക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ വിഷവാതകമുണ്ട് അല്ലെങ്കിൽ വിഷമയമാണ് എന്ന് അളക്കുന്നതിന്റെ ഒരു ഇന്റൻസിറ്റി അളക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ LMH, ലോ മീഡിയം ഹൈ എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് അത് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണ് എന്താണ് ലോ ആയിട്ടുള്ള നോൺ ടോക്സിക് കെമിക്കൽ അല്ലെങ്കിൽ നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണെന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, അത് ലോ കാറ്റഗറി വരുന്നതാണ് അല്ലേ. അതിനകത്ത് ഒരു ഗ്യാസ് തന്നെയാണ്, കംപ്രസർ ആണ്, പക്ഷെ അത് ടോക്സിക് അല്ല. അപ്പൊ ലോ എന്നുള്ള കാറ്റഗറി വരും. മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ സിനാരിയോ ആലോചന ചെയ്യാം. നമ്മുടെ വീട്ടിലുള്ള LPG ലീക്ക് ആവുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ലീക്ക് ആവുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ശ്വസിച്ചാൽ ഉള്ള വിഷവാതകം തന്നെയാണ്, ശ്വസിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് തലവേദനയോ തലകറക്കമോ ഓഡിറ്റൊന്നും എന്തെങ്കിലും ഉണ്ടാകാം. പക്ഷെ എന്ന് വെച്ചിട്ട് അതൊരു പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകുന്ന ഹൈഡ്രജൻ സൾഫൈഡ് പോലെയുള്ള പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകുന്ന ഒരു വസ്തുവല്ല എന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പൊ അതിന്റെ ടോക്സിറ്റി അളക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഇന്റഗ്രിറ്റി അളക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ അപകട സാധ്യത അളക്കുന്നത് LMH എന്നുള്ള കാറ്റഗറിയാണ്. ലോ മീഡിയം ഹൈ എന്നുള്ള കാറ്റഗറിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ കണ്ടിട്ടുണ്ട് അല്ലേ. 1 മുതൽ 9 വരെ നമ്പർ ഇട്ടിരിക്കുന്നതിന്റെ ക്രൈറ്റീരിയ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, 1 എന്ന് പറയുന്നത് ഏറ്റവും അപകടകരമായ സിറ്റുവേഷൻ ആയിരിക്കും, എക്സ്പ്ലോസീവ്സ് പൊട്ടിത്തെറിക്കുന്നവ. 2 എന്ന് പറയുന്നത് തീ പിടിക്കുന്നവ, ഗ്യാസ് അല്ലേ. അങ്ങനെ വന്ന് 9 വരെയുള്ള കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ആ കാറ്റഗറിയിൽ നമുക്ക് ഫ്ലേവബിലിറ്റി അല്ലെങ്കിൽ ടോക്സിസിറ്റിയെ നമുക്ക് വേർതിരിക്കാം. പിന്നെ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അതോറിറ്റിയുടെ പേര് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലുള്ളത് നാഷണൽ ഫയർ പ്രിവെൻഷൻ അതോറിറ്റി ആണ്. അതുപോലെ എബ്രോഡൊക്കെ ആണെങ്കിൽ ഓഷാസ്, ഹാസ്കോം എന്നൊക്കെ പറയുന്ന അതോറിറ്റീസ് ആണ് ഇന്റർനാഷണലി ഈ കോഡിങ്ങും കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. സ്പെഷ്യൽ PPEസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു PPE കിറ്റ് ഉപയോഗിക്കുന്നതിന് എന്തെല്ലാം PPE കിറ്റിനകത്ത് എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടാവുമെന്ന് പറഞ്ഞത്, കൈയുടെ മുട്ട് വരെയുള്ള റബ്ബർ ഗ്ലൗസുകൾ അല്ലെ, ഹാൻഡ് പ്രൊട്ടക്ഷൻ. നമ്മുടെ കൈകൾ, ഹാൻഡ്സ് ആർ വെരി പ്രഷ്യസ് എന്ന് പറയും, കൈകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയും. നോട്ട് റീപ്ലേസബിൾ എന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് കൈകളൊക്കെ പോയിട്ടുള്ള വ്യക്തി നിങ്ങൾ കണ്ടറിയാം, ചുമ്മാ ഒരു പേരിന് വേണ്ടി ഒരു കൈ വെക്കാന്ന് മാത്രമേ ഉള്ളൂ, അത് കൈയായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കില്ല. സാധാരണ വളയുവാനോ അല്ലെങ്കിൽ സാധാരണ കൈ പ്രവർത്തിക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൈകളുടെ നഖത്തിന്റെ ഇടയിലോ അല്ലെങ്കിൽ മറ്റ് ചെറിയ ലൈൻസിലൊക്കെ ഈ ഡെപ്പോസിറ്റ് ആവുന്ന വളരെ സൂക്ഷ്മമായിട്ടുള്ള കെമിക്കൽസ് എല്ലാം അതിന് പറ്റും. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം വ്യക്തമായി കൈകൾ കഴിയുന്നില്ല അല്ലെങ്കിൽ ഹാൻഡ് വാഷ് എല്ലാം ഉപയോഗിക്കുന്നെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം നിങ്ങൾ വയറിൽ പോവുകയും അത് നിങ്ങൾക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ബിക്കോസ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു ഹസാർഡസ് മെറ്റീരിയൽസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക നമ്മുടെ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒന്നല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, വളരെ ഹസാർഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഹാൻഡ് പ്രൊട്ടക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്, കൈകളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഓയിൽ സ്പില്ലേജ് ഉണ്ടാകുന്ന അവസ്ഥ ഞാൻ പറഞ്ഞു, ഓയിൽ സ്പില്ലേജ്, ഓയിൽ സ്പ്ലാഷ്, സ്പിൽ കിറ്റ് യൂസ് ചെയ്യേണ്ട രീതി, MSDSനകത്ത് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അഥവാ സുരക്ഷാ കാർഡ്, ഇൻട്രീം കാർഡ്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹസാർഡ് ഐഡന്റിഫിക്കേഷൻ അഥവാ ഹസാർഡ് നേരെ തിരിച്ചറിയുക, പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉപയോഗിക്കുന്നതിന്റെ രീതി, അതിന്റെ റിസ്ക് അസസ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി ട്രാൻസ്പോർട്ടേഷൻ, മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന്റെ പ്രഷറും അതുപോലെ തന്നെ അതിന്റെ ചൂടും, അതായത് ചൂട് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രഷറും ടെമ്പറേച്ചറും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. പിന്നെ MSDS കെമിക്കൽസ് യൂസ് ചെയ്യുന്നത്, ഓരോ സ്പെഷ്യൽ ടാസ്ക് സ്പെസിഫിക് ആയിട്ടുള്ള PPE, ഓരോ ആക്ടിവിറ്റീസിന് വേണ്ടി ഓരോ PPE ഉപയോഗിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ എന്താണ് ന്യൂട്രലൈസേഷൻ, ക്ലീനപ്പ്, പേഴ്സണൽ ഹൈജീൻ. പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ ഡ്രൈവർ ക്യാബിനകത്ത് ഉണ്ടാകുന്ന ഹൈജീൻ ഇഷ്യൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ശുചിത്വം അല്ലേ. സാധാരണ നമുക്കറിയാം, നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഡ്രൈവർ ക്യാബിനകത്ത് ക്ലീനപ്പ് ചെയ്യുന്നില്ല, ക്ലീനിങ് ചെയ്യുന്നില്ല എന്ന് സംഭവിക്കും. ബാക്ടീരിയാസും ഫംഗസും എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഉള്ള നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് വരും അല്ലേ. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ക്യാബിൻ നിങ്ങളുടെ ഓൺ സ്പേസ് ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. അപ്പം കൃത്യമായി അത് ക്ലീൻ ചെയ്യുവാനും സുരക്ഷിതമായിട്ട് വയ്ക്കുവാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പിന്നെ നമ്മൾ പൊല്യൂഷൻസിനെ കുറിച്ച് പറഞ്ഞു, അഥവാ മലിനീകരണത്തെ കുറിച്ച് പറഞ്ഞു. വായു മലിനീകരണം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, വാഹനങ്ങൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും, വായു മലിനീകരണം ഉണ്ടാകുകയും അതൊരു സാമൂഹ്യ സുരക്ഷാ വിഷയമായി മാറുകയും ചെയ്യും. ആസിഡിന്റെയും അമ്ല മഴയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നെ ഭൂമി മലിനീകരണം അഥവാ ലാൻഡ് പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞു. കാരണം നമ്മൾ കോട്ടൺ വേസ്റ്റ് പോലുള്ള വസ്തുക്കൾ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്നത്
ജലമലിനീകരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? ഇതെല്ലാം സമുദ്രത്തിലെല്ലാം ഒഴുകിച്ചേരുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്ലാന്റിനും റിഫൈനറികളും എല്ലാം പോകുന്ന സമയത്ത് 3 സോണാണ് തിരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് റെഡ് സോൺ, ബ്രൗൺ സോൺ, ഗ്രീൻ സോൺ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. റെഡ് സോൺ എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ഏരിയ. നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത്